നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കുറച്ച് ദിവസത്തെ വിലയിടിവിന് ശേഷം മുട്ടവില കുതിച്ചു കയറുന്നു. കൈപൊള്ളിച്ച് മുട്ടവില. ഏതാനും ദിവസത്തിനിടെ ഇടിവുണ്ടായെങ്കിലും മുട്ടവില വീണ്ടും കുതിക്കാൻ സാധ്യത. തീറ്റവിലയിലുണ്ടായ വർധനവാണ് കാരണം. സോയ, കേക്ക്, പൊടിയരി എന്നിവയാണ് കോഴി, താറാവ് തീറ്റകളിൽ മുഖ്യ ഘടകം. ഇവയ്ക്ക് രണ്ടിനും കാര്യമായ വിലക്കയറ്റമുണ്ടായി. കോഴിമുട്ട വില 7 രൂപ 50 പൈസ മുതൽ 8 രൂപ വരെ ഉണ്ടായിരുന്നത് ഓണം എത്തിയതോടെ 7 രൂപയായി കുറഞ്ഞിരുന്നു. താറാമുട്ടയ്ക്ക് 18 രൂപ വരെ എത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ 12 രൂപ മുതൽ 15 രൂപ എന്ന തോതിലേക്ക് താഴ്ന്നതാണ്. എന്നാൽ വിലയിൽ വീണ്ടും വർധനയുടെ സൂചനകളാണുള്ളതെന്ന് വ്യാപാരികൾ പറഞ്ഞു. 50 കിലോഗ്രാം വരുന്ന തീറ്റ പാക്കിന് 2300 രൂപയാണ് ഇപ്പോഴത്തെ വില. 500 രൂപയോളമാണ് കുതിച്ചത്. പൊടിയരി പാക്കറ്റിന് 1350 രൂപയായി. 1100 രൂപയായിരുന്നു മുമ്പത്തെ വില. സോയ കേക്ക് കിലോഗ്രാമിന് 45 രൂപയിൽ നിന്നും 66 രൂപയായി. പൊടിയരി എഥനോൾ നിർമ്മാണത്തിന് കൊണ്ടുപോകുന്നതിനാൽ കോഴിത്തീറ്റയ്ക്കായി ധാന്യ സംഭരണശാലകളിൽ നിന്ന് ലാഭവിലയ്ക്ക് കിട്ടുന്നത് കുറഞ്ഞിട്ടുണ്ട്. റേഷൻ അരിയിലും പരമാവധി പൊടിയരി സാന്നിധ്യം 5% കുറയ്ക്കാനാണ് നിർദ്ദേശം. അരി പക്ഷിത്തീറ്റയായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതി ഒഴിവാക്കാനാണിത്. 2025 മാർച്ചിൽ 5 രൂപ 80 പൈസയായിരുന്ന കോഴിമുട്ട വില ഈ വർഷം ഏപ്രിലിൽ 6 രൂപ 40 പൈസയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് 7 രൂപയും കടന്ന് മുന്നോട്ട് പോയി. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ കനത്ത ചൂട് ഫാമുകൾക്ക് ദോഷം ചെയ്തത് കോഴി ഉൽപ്പാദനത്തെയും ബാധിച്ചു. പ്രമുഖ ഉൽപ്പാദന കേന്ദ്രമായ നാമക്കല്ലിൽ നിന്ന് പ്രതിദിനം 2,14,00,000 മുട്ടയാണ് കേരളത്തിലേക്ക് വരുന്നത്. താറാവ് മുട്ട കേരളത്തിൽ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നതാണ് അധികവും. തീറ്റ വില കൂടിയതോടെ പരിപാലന ചെലവേറി. 1000 താറാവുകളെ പരിപാലിക്കാനുള്ള പ്രതിദിന ചെലവ് 6000 രൂപ വരുമെന്ന് കൃഷിക്കാർ പറയുന്നു. തീറ്റ ചെലവ് കൂടുന്നതോടെ ഇത് 10,000 രൂപ കവിയും. അപ്പോൾ മുട്ടയ്ക്ക് വീണ്ടും വില കൂടുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.